ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 5ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളെത്താൻ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ സംഗിനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെയുള്ള സിസ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ അവരെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവനിവിടെ അഡ്മിറ്റ് ആയിട്ട് അവനുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആരായാലും കൊതിച്ചു പോകുന്ന ഒരു പയ്യനായിട്ട് ഇപ്പൊ അവൻ മാറിയിരിക്കുന്നു. എന്ന തുടക്കം തൊട്ടേ അവനെ അവിടെ പരിചരിക്കുന്ന ഒരു സിസ്റ്റർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല ഞാൻ അവനെ തുടക്കം തൊട്ടേ പരിചരിക്കുന്നേ, അവൻ മാറിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ അവർ അവന്റെ റൂമിലോട്ട് പോകുന്നു. ഡോറ് തുറന്ന അവർ കാണുന്നത് ഡെയിലി ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സങ്ങിനെയാണ്. അവന്റെ ബോഡിയും സിക്സ് പാക്ക് ഒക്കെ കണ്ട് ആ സിസ്റ്റർ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നു. എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംഘ അവരോട് ചോദിക്കുന്നു. ഏയ് കുഴപ്പമൊന്നുമില്ല, ഇന്ന് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്, അത് പറയാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ് നാണത്തോടെ അവരവന്റെ നമ്പർ ചോദിക്കുന്നു. എന്റെ നമ്പർ എന്തിനാ ഇപ്പൊ ഇവര് ചോദിക്കുന്നേ? എന്റെ ടെസ്റ്റിന്റെ വല്ല റിസൾട്ട് വായിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് സംഘ് നമ്പറും കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത ഒരു ന്യൂസ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ബേഗ് ഇൻ ഹ്യൂനെയാണ് കാണുന്നത്. മിസ്റ്റർ ബേഗ്, ഈ നാട്ടിൽ തന്നെ വളരെയധികം ബിസി ആയിരിക്കുന്ന 7 ഹണ്ടേഴ്സിൽ ഒരാളാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഡഞ്ചൻസ് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹണ്ടറിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓ, നല്ല ചോദ്യം. അതിനാദ്യം ഒരുപാട് കടമകൾ കടക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തോണ്ടേയിരിക്കണം. ഓ, ഡെയിലി അതിനു വേണ്ടി കഷ്ടപ്പെടണോ? അപ്പൊ അതൊരുപാട് കഷ്ടമായിരിക്കുമല്ലോ. ഞാനൊരു ഫയർ ഫൈറ്റർ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് അതൊന്നും വലിയ കാര്യമല്ല. നമ്മളുടെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മളുടെ കൂടെയുള്ളവർക്ക് വലിയൊരു അപകടം തന്നെ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വളരെ അലേർട്ടായിട്ടാണ് ഇരിക്കുക. സോ ഈ ഇന്റർവ്യൂ ഇപ്പൊ ടിവിയിൽ കണ്ടോണ്ടിരിക്കുകയാണ് ജീന. പെട്ടെന്നാണ് ഒരു കാര്യം അവൾ മനസ്സിലാക്കുന്നത്. സ്കൂളിൽ പോകേണ്ട സമയം വൈകിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവൾ ജിൻഹോനെ വിളിക്കുന്നു. സോ എഴുന്നേറ്റ് വരുന്ന ജിൻഹോനെ കണ്ട് അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. നീ എന്താ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നീ എന്നെക്കാൾ ഇപ്പൊ ഹൈറ്റ് വെച്ചല്ലോ. എക്സസൈസ് ചെയ്താ ഹൈറ്റ് വെക്കോ? പ്രായത്തിൽ വലുതാണെങ്കിലും ആൺപിള്ളേരോ വലുതായിക്കൊണ്ടേയിരിക്കുമെന്ന് തോന്നുന്നല്ലോ. ശരി, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ജീന പോവാൻ വേണ്ടി നിൽക്കുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ജീന ഒരു കൊട എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. സോ ഡെയിലി ഗുഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ അവന്റെ അടുത്തോട്ട് വരുന്നു. റണ്ണിങ് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഈ മസിൽസ് എല്ലാം എനിക്ക് സ്റ്റാക്സ് കാരണമാണോ വന്നേ? ഇങ്ങനെ ലെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്ന അവസാനം ഞാനൊരു ബോഡി ബിൽഡറെ പോലെ ആവുമെന്നാണല്ലോ തോന്നുന്നേ. സോ ഇതുവരെ അവൻ അവന്റെ പോയിന്റ്സ് വെച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ പോയിന്റ്സ് എല്ലാം ഇപ്പോ ഏതിനാ കൊടുക്കുക? ഡാമേജിൽ അധികം ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തും അധികം ആക്കേണ്ടി വരും. പക്ഷെ എന്റെ അറ്റാക്സ് കറക്റ്റ് ആയിട്ട് ലാൻഡ് ആയിട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആവും. സോ ഞാൻ എപ്പോഴും വളരെയധികം എനർജറ്റിക് ആയിട്ടിരിക്കണം. എന്റെ സ്ട്രെങ്ത്തിനെയും സ്പീഡിനെയും ഞാൻ വർദ്ധിപ്പിക്കണം. എപ്പോഴും വൈറ്റാലിറ്റി എനിക്ക് ഉപകാരപ്പെടും. ഈ ഇന്റലിജൻസിനും മാജിക്കിനും എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. സോ അവന്റെ 12 പോയിന്റ്സ് ഇപ്പോ അവൻ എജിലിറ്റിയിലോട്ടും സ്ട്രെങ്ത്തിലോട്ടും കൊടുക്കുന്നു. ശരി, ഇപ്പൊ എല്ലാം സെറ്റായി എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും അവന്റെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നു. വീടിന്റെ വാടകയ്ക്ക് വേണ്ടിയിട്ട് റൂമിന്റെ ഓണറാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ റെന്റ് കൊണ്ടുവന്ന് തരാം എന്ന് ജിൻഹുവും പറയുന്നു. ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് റീഅവേക്കനിങ് ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പൊ എന്നെ കൊണ്ട് ഗോബ്ലിങ്സിനെ സിമ്പിൾ ആയിട്ട് ഇല്ലാതാക്കാൻ സാധിക്കും. സോ ഇനി റെന്റ് കൊടുക്കുന്നത് അത്രയും കഷ്ടമൊന്നുമല്ല. അടുത്തത് ഞാൻ ഇനി എന്ത് ചെയ്യും? പണം ഉണ്ടാക്കുന്നത് അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഹൈ റാങ്ക് ഗേറ്റ്സിനുള്ളിൽ പോവേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരു ഈ റാങ്ക് ആയിട്ടുള്ള എന്നെ ഹൈ റാങ്ക് ഗേറ്റിനുള്ളിലോട്ട് അവർ ഒരിക്കലും വിടില്ല. റാങ്ക് കൂടിയാൽ എന്നെ കൊണ്ട് നല്ല ഗേറ്റിനകത്തോട്ട് പോവാൻ സാധിക്കും. സോ ഒരുപാട് പണം ഉണ്ടാക്കാനും സാധിക്കും. ഇതിനു മുൻപ് ഒരു ഹണ്ടർ ലെവലപ്പായിട്ട് ഹൈ റാങ്കിലോട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷെ മീഡിയാസിന് മുമ്പിൽ ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. ചെറിയ കാര്യങ്ങൾ ഊതി വലുതാക്കും അവര്. ഈ പവേഴ്സ് എല്ലാം തന്നെ നല്ല രീതിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചതിന് ശേഷം പുറത്തുള്ളവർ ഇതറിഞ്ഞാ മതി എന്ന് പറഞ്ഞ് ജിൻഹോ മൊബൈലിലോട്ട് നോക്കുന്നു. അപ്പോഴാണ് അവന് പറ്റിയ ഒരു സി റാങ്ക് ഡഞ്ചൻ അവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ ഡഞ്ചൻ എടുത്തോട്ട് അവൻ വരുന്നു. അവിടെ ഒരു ടീം തന്നെ നിൽക്കുന്നുണ്ട്. ഹേയ്, എന്റെ പേര് ഹുവാൻ ഡൺസക് എന്നതിലെ ഒരു ഹണ്ടർ പറയുന്നു. ഞാൻ സൺ ജിൻഹോ. നീ ഒരു ഈ റാങ്ക് അല്ലേ? ഹേയ്, എനിക്ക് ഇവരെ അറിയാം. ഇവർ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അണ്ടേഴ്സിന്റെ ഇടയിൽ ഒരു നിക് നെയിം കൂടി ഉണ്ട് ഇവർക്ക്. ഒന്നിനും കൊള്ളാത്ത ഹണ്ട്, അങ്ങനെയല്ലേ? ഹേയ്, ഒന്ന് അടങ്ങിയിരിക്കടാ എന്ന് ഡൻസക് അവരോട് പറയുന്നു. ഏയ്, അവരങ്ങനെ നിന്നോട് പറഞ്ഞതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഏയ് കുഴപ്പമില്ല, ഞാൻ ശരിക്കും ഒരു ഈ റാങ്കറാണ്. അതൊരു പ്രോബ്ലം ആണോ എന്ന് സംഘ അവരോട് ചോദിക്കുന്നു. ഏയ് ഒരിക്കലുമില്ല, ഞങ്ങളുടെ ടീമിൽ ആള് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്. ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു സി റാങ്ക് ഡഞ്ചൻ ആണ്.
കുറഞ്ഞത് 8 പേരെങ്കിലും ഇതിനകത്തോട്ട് പോവാൻ വേണം. അതിൽ പകുതി പേരും സി റാങ്ക് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. നിങ്ങൾ ഇപ്പോ ഒരു ഫൈറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ കിട്ടുന്നതിൽ നിന്നും പങ്ക് നിങ്ങൾക്ക് തരില്ല. പക്ഷേ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരുന്നത് കൊണ്ട് 20 ലക്ഷം രൂപ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരും. സോ ഇത് കേട്ട് സങ് അവരെ ഒന്ന് നോക്കുന്നു. മൊത്തം 4 സി റാങ്കേഴ്സ്, പിന്നെ 2 സബ് ഡി റാങ്കേഴ്സ്. ശരി, ഞാനിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ ഞങ്ങളുടെ ബാഗ് ഒന്ന് കൊണ്ടുവരണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ഒരു നിമിഷം, നിങ്ങളുടെ കൂടെ ഹീലർ ഒന്നുമില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിൽ നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഹീലറിന്റെ ആവശ്യമില്ല. ഹീലർ ഇല്ലാതെയാണ് ഞങ്ങൾ എപ്പോഴും മിഷൻസിന് പോവാറ്. ടാങ്ക്സും ഡാമേജ് ഡീലേഴ്സും ഇല്ലാത്ത ഈ ടീമിനെ കാണാൻ വളരെയധികം ക്രേസി ആയിട്ടുണ്ട്. ഒരു ഹീലർ ഇല്ലാതെ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ശരി, നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ടോ? ഡെൻജന്റെ അകത്ത് എന്ത് സംഭവിച്ചാലും അതിന് ഞങ്ങൾ ആരും ഉത്തരവാദി ആയിരിക്കുന്നതല്ല എന്നെഴുതിയ ആ കോൺട്രാക്ട് അവൻ സൈൻ ചെയ്യുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു പയ്യൻ വരുന്നത്. അവന്റെ പേര് യൂജിൻ ഹോ. അവനൊരു ഡി റാങ്കർ ആണ്. ഓ, ഒരു ഡി റാങ്ക് ഹണ്ടറിന് ഇങ്ങനത്തെ ഗിയറോ? തീർച്ചയായിട്ടും ഫാമിലി റിച്ച് ആയിരിക്കും എന്ന് ചിന്തിക്കുവാണ് സങ്. ഇതുപോലൊരു സി റാങ്ക് ഡഞ്ചനിലോട്ട് നീ ആദ്യമായിട്ടാണോ വരുന്നേ? കുഴപ്പമില്ല, ഞാൻ നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് യൂജിൻ പറയുന്നു. എന്ന് പറഞ്ഞ് അവനെ നോക്കി ചിരിക്കുവാണ് സങ്. സോ അങ്ങനെ അവർ ഡഞ്ചനകത്തോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ബാഗ് നല്ല വെയിറ്റ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ പിടിക്കണോ എന്ന് യൂജി അവനോട് ചോദിക്കുന്നു. ഏയ് കുഴപ്പമില്ല, ചോദിച്ചതിന് നന്ദി എന്ന് സങ്ങും പറയുന്നു. നമ്മൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ തമ്മിൽ യാതൊരു ഫോർമാലിറ്റിയുടെയും ആവശ്യമില്ല എന്ന് യൂജി അവനോട് പറയുന്നു. ഈ സ്ഥലം കൈവശമാക്കിയ പ്രസിഡന്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2 മാസം മുൻപ് 900 ബില്യണും കൊണ്ട് എബ്രോളിലോട്ട് അവർ കടന്നു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന പണിക്കാരെയും കോൺട്രാക്ടേഴ്സിനെയും അന്ന് കാണാതായതാ. ഇതൊക്കെ കേട്ട് ജിൻഹു ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുവാണ്. നിങ്ങളോടൊന്നും ചോദിക്കാതെ എന്റെ ഇഷ്ടത്തിന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല, അതുകൊണ്ട് അറിയുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഒന്നും വിചാരിക്കല്ലേ എന്ന് യൂജിയും പറയുന്നു. സോ അങ്ങനെ അവർ ആ ഗേറ്റിനടുത്ത് എത്തുന്നു. വളരെ വലിയ ആ ഗേറ്റ് കണ്ടിട്ട് അതൊരു സി റാങ്ക് ഡഞ്ചൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ് യൂജി. അസോസിയേഷനിലെ ആളുകൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ഇതൊരു സി റാങ്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ ഇത് ഒരുപാടധികം വലുതാണല്ലോ എന്ന് സങ്ങിനോട് ചോദിക്കുവാണ് യൂജി. ഗേറ്റിന്റെ സൈസ് വെച്ചിട്ട് അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതിന്റെ അകത്തുനിന്നും വരുന്ന മാജിക്കിന്റെ അളവനുസരിച്ചാണ് അത് ഏത് റാങ്ക് ആണെന്ന് മനസ്സിലാക്കുന്നത്. അസോസിയേഷനും ഇതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ റാങ്ക് എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഡഞ്ചൻസ്, അതായത് ബി റാങ്ക് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള റാങ്ക്, അതെല്ലാം ഗിൽസ് ആയിരിക്കും നോക്കുന്നത്. ഇനി സി റാങ്കോ അതിൽ താഴെയാണെങ്കിൽ അത്ര വലിയ ഡേഞ്ചർ ആയിരിക്കില്ല അത് എന്ന് സങ് അവനോട് പറയുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവല്ലോ. അതെ, ഒരുപാട് കാലമായിട്ട് ഡഞ്ചൻസിന്റെ ഉള്ളിൽ പോകുന്നത് കൊണ്ടാത്. ഞാൻ ഇതിനു മുൻപ് ഒരു സി റാങ്ക് ഡഞ്ചൻ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുകയാണ് ജിൻഹു. സോ അവർ അതിനകത്തോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ അതിനകത്ത് കയറി അവർ കാണുന്നത് മൊത്തം ഇരുട്ടാണ്. അവിടെ കൂടെ വന്ന ഒരു അണ്ടർ അങ്ങോട്ട് വെളിച്ചം കൊണ്ടുവരുന്നു. എന്നാ അവിടെ ഒരു മാജിക് ബീസ്റ്റിനെ പോലും കാണാനില്ല. എന്താ ഇവിടെ നടക്കുന്നേ എന്ന് ചിന്തിക്കുവാണ് അവർ. സോ അത് കണ്ട ജിൻഹോന് കാർട്ടൺ ടെമ്പിൾ ആണ് ഓർമ്മ വരുന്നത്. ഈ ലൂമിനസ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് യൂജി അവനോട് ചോദിക്കുന്നു. കേവ് പോലെ ഇരിക്കുന്ന ഇങ്ങനത്തെ ഈ ഡഞ്ചൻസിനകത്തുള്ള പാറകളിൽ ചെറിയൊരു വെളിച്ചം തരാൻ വേണ്ടി അതിന് സാധിക്കും. അത് ഈ ഗുഹക്കകത്തുള്ള ചുമരിനെയും തറയെയും ഒക്കെ കവർ ചെയ്ത് ഇതിനകത്ത് വെളിച്ചത്തെ കൊണ്ടുവരും. അപ്പോ മാജിക് ബീസ്റ്റിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന മാജിക് ഗിംസ്, ഡഞ്ചൻസിന്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന മണ ക്രിസ്റ്റൽസ്, പിന്നെ ഗുഹക്കുള്ളിൽ വെളിച്ചം തരുന്ന ലൂമിനസ് സ്റ്റോൺസ്, എല്ലാത്തിനെയും മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണല്ലോ എന്ന് യൂജി അവനോട് പറയുന്നു. വഴിയെ വഴിയെ എല്ലാം നിനക്ക് മനസ്സിലാവും. അങ്ങനെ അവർ ഒരുപാട് ദൂരം അതിനകത്തൂടെ നടന്നിട്ടും ഒരു മാജിക് ബീസ്റ്റിനെ പോലും കാണാൻ അവർക്ക് സാധിച്ചില്ല. ജിൻഹു, ഈ മാജിക് ബീസ്റ്റ് ഇല്ലാതെ ഡഞ്ചൻസ് ഉണ്ടാവുമോ എന്ന് യൂജി അവനോട് ചോദിക്കുന്നു. പെട്ടെന്ന് ജിൻഹു അവനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുവാണ്. ഒരു ശബ്ദം കേൾക്കുന്നു. അവരിതിനകത്ത് എവിടെയോ ഉണ്ട്. എല്ലാ ഹണ്ടേഴ്സും ഒരു ഫൈറ്റിന് തന്നെ തയ്യാറെടുക്കുന്നു. വെളിച്ചം കാണുമ്പോ എടുത്തോട്ട് വരുന്ന ജീവികളാണെങ്കിൽ അത് ശരിക്കും പ്രാണികളായിരിക്കും. സോ പ്രാണികളാണെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ടാവുമല്ലോ. അവിടെ ഒരുപാടധികം ഹോൾസ് ഉണ്ട്. അതിൽ ഏതിൽ നിന്നാ വരുന്നതെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. എല്ലാവരും വളരെയധികം ജാഗ്രതയോടെ നിൽക്കുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് അത് വരുന്നേ എന്ന് വിളിച്ചു പറയുകയാണ് ജിൻഹു. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ജിൻഹു, നിങ്ങൾ അനങ്ങരുത്, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറയുവാണ് യൂജി. എല്ലാം എന്റെ അടുത്തോട്ട് വാടാ എന്ന് ഡങ്സക് പറയുന്നു. സോ എല്ലാ പ്രാണികളും അവരുടെ അടുത്തോട്ട് പോവാണ്. ഓ, ടോണിങ് സ്കിൽ ഉപയോഗിക്കുന്നു. സി റാങ്ക് ആയതിൽ ഒരു അതിശയവുമില്ല. ജിൻസക് 11 o'clock ഡയറക്ഷൻ. ഓക്കെ സാർ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ് യൂജി. ഇപ്പൊ ബാക്കിൽ തന്നെ നിൽക്ക. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യ. 5 4 3 2 1 എന്ന് പറഞ്ഞ അതിലൊരു ഹണ്ടർ അവിടെ എല്ലാത്തിനെയും കത്തിച്ചങ്ങ് കളയുന്നു. ഓക്കെ, ഇനി എല്ലാത്തിനെയും അങ്ങ് ഇല്ലാതാക്കിയേക്ക് എന്ന് അവരോട് പറയാണ് ഡങ്സക്. ഇവരുടെ കോർഡിനേഷൻ നന്നായിട്ടുണ്ട്. ഒരു
ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്താൽ മാത്രമേ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റൂ. എന്നാലും ഇവരുടെ കൂടെ ഒരു ഹീലർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. യുജിക്ക് സ്കില്ല് കുറവാണെങ്കിലും അവന്റെ ഗേൾസ് അവനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് എന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് എന്തോ ഒന്നും ശരിയല്ല. സോ ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മാജിക് ബീസ്റ്റിനെയും അവർ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. ശരി, എല്ലാം ക്ലിയർ ആണോ? ഇനി എസൻസ് സ്റ്റോണ് 4 പങ്കായിട്ട് പിരിക്കണം. അങ്ങനെ എല്ലാത്തിന്റെ ഉള്ളിൽ നിന്നും എസൻസ് സ്റ്റോൺ എടുക്കുന്ന സമയത്ത് ഡെൻസൊക്കെ അങ്ങോട്ട് വരുന്നു. നീ ചെയ്തത് വളരെ നന്നായി. അവർ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? എന്റെ മനസ്സ് പറഞ്ഞു അത് മുകളിലാണ് ഉണ്ടാവുക എന്ന്. ഓ, അത് കാരണം ഞങ്ങൾ എല്ലാവരും പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ജിങ്സൊക്കെ അവരെ വിളിക്കുന്നത്. ഇത് നോക്ക, ഇവരുടെ ശരീരത്തിൽ എന്തൊക്കെയോ മുറിവുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഇവരൊന്നും മാജിക് ബീസ്റ്റുകളും അല്ല. സോ ഇതിന്റെയൊക്കെ ബോസ് ആയിട്ടുള്ള ഒരു വലിയ മാജിക് ബീസ്റ്റ് ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. ജിൻഹു, നീ കണ്ടോ ഞാൻ ആ മൃഗങ്ങളുടെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്തതെന്ന്? അതെ, ഞാൻ കണ്ടു. അതൊക്കെ പോട്ടെ, നിന്റെ ഈ ഗിയേഴ്സ് ഒക്കെ വളരെയധികം കോസ്റ്റ്ലി അല്ലേ? അതെ, ഞാൻ ആദ്യമായിട്ട് ഒരു മിഷന് വരുന്ന സമയത്ത് എന്റെ അച്ഛൻ മേടിച്ചു തന്നതാ എന്ന് യുജിയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വൈറ്റ് ടൈഗർ ടീമിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഗിൽഡ്സിനെയാണ്. പെട്ടെന്ന് വലിയ എന്തോ സാധനം ഇടിഞ്ഞു വീഴുന്ന ശബ്ദം അവർ കേൾക്കുന്നു. എന്താ അത്? ഭൂമികുലുക്കാണോ? ഹേയ്, പേടിക്കണ്ട, അത് നമ്മുടെ ബോസ് അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുക. സോ ഇവരുടെയൊക്കെ ലീഡറായിട്ടുള്ള ബേക്കിൻ ഹു അവിടെ വലിയൊരു പാറ ഇടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതൊന്നും ഒരു വാമപ്പായിട്ട് പോലും കൂട്ടാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും വന്ന് ഇതൊന്ന് ക്ലീൻ ആക്കുവോ എന്ന് പുള്ളി വിളിച്ചു പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻഹുനെയും മറ്റുള്ളവരെയാണ്. അവരുടെ മുന്നിലോട്ട് വന്ന മാജിക് ബീസ്റ്റിനെ എല്ലാം ഇല്ലാതാക്കിയതിനു ശേഷം അവർ മുന്നിലോട്ട് നടക്കുന്നു. അപ്പോഴതാ പകുതി ജീവനോടെയും അല്ലാതെയൊക്കെ ആയി ഒരുപാട് ജീവികൾ അവിടെ താഴെ കിടക്കുന്നു. ഇതൊക്കെ കണ്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയ അവർ ചിലന്തി വലയെ പോലെയുള്ള എന്തോ ഒരു സാധനം കാണുന്നു. സോ അതുവഴി അവർ മുന്നോട്ട് വരുന്ന സമയത്ത് ദൂരെ എന്തോ വലിയ രീതിയിൽ തിളങ്ങുന്നത് അവർക്ക് കാണുവാണ്. സോ ഒരു ലോഡ് മണ ക്രിസ്റ്റൽസ് അതാ അതിനകത്ത് ഇരിക്കുന്നു. ഇത് നോക്ക്, ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ ബില്യൺസ് ഓഫ് ബില്യൺസാ. ഇത് കാണുന്നുണ്ടോ ഡങ്സക്? നിന്റെ സഹോദരൻ ഇത് കണ്ടു കഴിഞ്ഞാ തീർച്ചയായിട്ടും അവന് അസൂയ തോന്നും. ഹേയ്, മിണ്ടാണ്ടിരിക്കുക. ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാതെ അവരെ പറ്റി സംസാരിക്കുന്നേ എന്നൊരു ഹണ്ടർ അവരോട് ചോദിക്കുന്നു. ഡങ്സു, ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എല്ലാം നീ പറയുന്ന പോലെ നടക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ എപ്പോഴും നിന്നെ ബഹുമാനിക്കും എന്ന് വിചാരിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത് സഹോദര. എന്റെ ടീമിനെ വളർത്താൻ വേണ്ടി ഞാനിത് ഉപയോഗിക്കാൻ പോവാ. ഹേയ്, നമുക്ക് വലിയ ജാക്ക് പോട്ട് അടിച്ചിരിക്കാൻ തോന്നുന്നു. നമ്മളിത് 7 പങ്കായിട്ട് പിരിച്ചാൽ പോലും ഒരാൾക്ക് 10 കോടിയിൽ മുകളിൽ എന്തായാലും കിട്ടും എന്നൊക്കെ അവർ ഓരോരുത്തർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ ഇതേ സമയം യുജി ജിൻഹുവിന് കൊടുത്ത കോൺട്രാക്ടർ നോക്കുവാണ്. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈ കോൺട്രാക്ട് ജിൻഹുടേതാണ്. ഇവിടെ നിന്നും കിട്ടുന്നതിൽ യാതൊരു പങ്കും അവനില്ലെന്നാണല്ലോ ഇതിൽ എഴുതിയിരിക്കുന്നത്. മണ ക്രിസ്റ്റൽസ് ഇവിടെ ഇപ്പോ വെറുതെ കിട്ടിയതാണ്. എന്തുകൊണ്ട് ഇത് 8 പാർട്ടായിട്ട് പിരിച്ചൂടാ എന്ന് യുജി അവരോട് ചോദിക്കുന്നു. അതിനെന്താ, നമുക്ക് 8 പങ്കായിട്ട് നമുക്ക് പിരിക്കാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ വലിയൊരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കുവാണ് അവർ. അപ്പോഴാണ് അതിന്റെ ബോസിനെ അവർ കാണുന്നത്. വലിയൊരു ചിലന്തി ഇവരെ ശ്രദ്ധിക്കാതെ അവിടെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനെ ഇവിടെ വെച്ച് അവർ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഈ ഗേറ്റ് അടഞ്ഞു പോകും. സോ ഇവിടെയുള്ള എല്ലാ മണ ക്രിസ്റ്റൽസും അവരെ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് സങ്ങിനെ യുജി അവിടെ നിർത്തി എല്ലാ മണ ക്രിസ്റ്റൽസും കൊണ്ടുപോകാനുള്ള വലിയ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവുകയാണ് അവർ. സോ അവരവിടെ നിന്നും പോകുന്നത് കണ്ട് യുജി ചെറുതായിട്ട് പേടിക്കുവാണ്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിൽക്കുക, അത് അവിടെ കിടന്നുറങ്ങുമല്ലേ, നിങ്ങൾ അതിനെ ശല്യപ്പെടുത്താണ്ടിരുന്നാ മതി, അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് പോവാണ്. നിയമം അനുസരിച്ച് ഒരു സീറാങ് ഡഞ്ചന്റെ അകത്തോട്ട് പോകണമെങ്കിൽ മിനിമം 8 പേരെങ്കിലും വേണം. ഞാനും യുജിയും ഇല്ലെങ്കിൽ ഇവർ വെറും 6 പേർ മാത്രമേ ഉള്ളൂ. ഹീലർ ഇല്ലാതെയാണ് ഞങ്ങൾ എല്ലാ റൈഡ്സിനും പോവാറ് എന്ന് അവർ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. സോ ഇതിനു മുൻപും അവർ സീറാങ് ഡഞ്ചൻസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള റൈഡ്സിന് വരുന്ന സമയത്ത് അവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ കൂട്ടിയിട്ട് വരില്ല. യുവാൻ, ആ ബോസ് ഇരിക്കുന്ന ചേംബർ ഇപ്പൊ തന്നെ അങ്ങ് മൂടിയേക്ക്. സോ യുജിനെയും ജിൻഹുനെയും അതിന്റെ അകത്താക്കി ആ ചേംബർ അവർ അടക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഈ ജോലിയിൽ നീ ഒരുപാട് പേരെ നേരിടേണ്ടി വരും. ആരെയും വിശ്വസിക്കരുത്. ഡഞ്ചന്റെ അകത്ത് യാതൊരുവിധ ക്യാമറാസ് ഉള്ളാത്തത് കൊണ്ട് ശത്രുക്കളെ അതിനകത്തുനിന്നും നേരിട്ട് കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരില്ല. സോ അതിനകത്ത് വെച്ച് എന്ത് ചെയ്താലും അത് പുറം ലോകം അറിയില്ല എന്ന് മിസ്റ്റർ സോങ് സങ്ങിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി. മണ ക്രിസ്റ്റലിന് വേണ്ടി നമ്മളെ കൊല്ലാൻ വരെ തയ്യാറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപക്ഷെ ഞാൻ ആ കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കാണ്ടിരുന്നിരുന്നെങ്കിൽ എന്ന് പറയാണ് യുജിൻഹു. അല്ലെങ്കിലും അവർ ഇത് തന്നെ ചെയ്തേനെ. ഒരു തെറ്റായിട്ടുള്ള മൂവ് ചെയ്തതിനു ശേഷം നമ്മളെ കൊല്ലാൻ വേണ്ടി അവർ തയ്യാറായിരുന്നു. ഇതേ സമയം തന്നെ ആ വലിയ ചിലന്തി അവിടെ നിന്നും എഴുന്നേക്കുന്നു. മിസ്റ്റർ സാങ്, ഞാൻ ഇതിനെ നോക്കിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് യുജി പറയുന്നു. നമ്മളെ കൊണ്ട് ഇവിടെ നിന്നും പുറത്തു പോകാൻ പറ്റില്ലെന്ന് അവർ വിചാരിച്ചു കാണും.
ഒരു സി റാങ്ക് ബോസ്, അതിനെ ഇല്ലാതാക്കാൻ ഒരു ഹി റാങ്ക് ഹണ്ടർ. തീർച്ചയായിട്ടും ഇത് വളരെയധികം ഡിഫറെന്റ് ലെവലാണ്. യുജി മാറി നിൽക്ക, ഞാൻ അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ് സങ്. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അതിനെ തന്നെ നോക്കി നിൽക്കുന്ന സങ്ങിനെ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇനിയുള്ള എപ്പിസോഡൊക്കെ വേറെ ലെവലായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.